إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബനൂ ഇസ്രായീലിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഭവം. ബനൂ ഇസ്രായീലിൽപ്പെട്ട ഒരു ജനതയാണ് ഈലാത്ത് അല്ലെങ്കിൽ അഖബ എന്ന കടൽത്തീര ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ. ഒരു വിഭാഗമാണ് ഇന്നത്തെ ജോർദാൻ, സൗദി, പാലസ്തീൻ ആ മേഖല. അവിടുത്തെ നിവാസികളായ ഇസ്രായേലിയർ അവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം മീൻപിടുത്തമാണ്. ശനിയാഴ്ച ദിവസം തൗറാത്തിന്റെ നിയമപ്രകാരം
ശാബത്ത് ആചരിക്കേണ്ടുന്ന ദിവസമാണ്. അന്ന് ജോലിക്ക് പോകാതെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ദിവസമാണ്. മതശാസനങ്ങളിൽ നിന്ന്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവരുടെ. അത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു പരീക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം അവരുടെ മേൽ ഇറക്കി. എന്താണത്? ശനിയാഴ്ച ദിവസം മീൻപിടിക്കാൻ പറ്റൂ. ശനിയാഴ്ച ദിവസം മാത്രം അവരുടെ മുമ്പിൽ അവർ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന മീനുകൾ ധാരാളമായി വന്നു. എന്നാൽ മറ്റു ദിവസങ്ങളിലോ അവർക്ക് മീൻ കിട്ടാതെയായി. അവർ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ശനിയാഴ്ച എന്ത് ചെയ്തു? സമുദ്രത്തിൽ നിന്ന് ഒരു ചാല് കീറിയിട്ട് ഒരു അങ്ങനത്തെ കുളങ്ങൾ ഉണ്ടാക്കി. ആ ചാലിലൂടെ മീന് വന്ന് ആ കുളത്തിൽ നിറയുന്ന സമയത്ത് കുളത്തിന്റെ മുൻഭാഗം അടച്ച് ഞായറാഴ്ചയും തിങ്കളാഴ്ച വന്ന് പിടിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണത്. ആ പരീക്ഷണത്തെ അവർ വിജയിക്കുന്നതിന് പകരം പരാജയപ്പെട്ട ഒരു സന്ദർഭമാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അതവർ ചെയ്യുന്നത് വഴി കാപട്യവും അക്രമവും ചെയ്ത ആളുകളായി തീർന്നവർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്അൽഹും അനിൽ ഖറിയത്തി കാനത് ഹാദിറത്തുൽ ബഹർ. ആ കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ പറ്റി നീ അവരോട് ചോദിച്ചു നോക്ക്. ഇത് സബത്ത് ദിനം ശനിയാഴ്ച ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, സബത്ത് ദിനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യങ്ങൾ വെള്ളത്തിനുമീതെ തല കാണിച്ചുകൊണ്ട് അവരുടെ അടുത്തു വരികയും, അതേപോലെ അവർക്ക് സബത്ത് ആചരിക്കാനില്ലാത്ത ദിവസങ്ങളിൽ അവരുടെ അടുത്തവ വരാതിരിക്കുകയും ചെയ്ത സന്ദർഭം. അവർ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, وَإِذْ قَالَتْ أُمَّةٌ مِّنْهُمْ لِمَ تَعْظُونَ قَوْمًا اللَّهُ مُهْلِكُهُمْ أَوْ مُعَذِّبُهُمْ عَذَابًا شَدِيدًا. ആ ഒരു കുറ്റകൃത്യം അവർ ചെയ്യുകയും ഞാൻ നേരത്തെ പറഞ്ഞ കൗശലം അവർ കാണിക്കുകയും ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്ത സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായി. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാത്ത മറ്റൊരു വിഭാഗം ഉണ്ടായി. മൂന്നാമത്തെ വിഭാഗം ഇത് രണ്ടിലും ഉൾപ്പെടാത്ത മൗനം അവലംബിക്കുന്ന മൂന്നാമത്തെ വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ചില ആളുകൾ, ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, അവരെ എന്തിനാണ് നിങ്ങൾ ഉപദേശിക്കാൻ പോകുന്നത്? അല്ലാഹു അവരെ നശിപ്പിക്കുമോ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതാണ്. കഠിനമായ ശിക്ഷ അല്ലാഹു തആല ശിക്ഷിക്കുന്ന, അല്ലാഹു തആല നശിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് നിങ്ങൾ ഉപദേശിക്കാൻ പോകുന്നത്? ഉപദേശിച്ചിട്ട് അവർക്ക് കാര്യമില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടായി എന്നുള്ളതാണ്. ഉപദേശിക്കുന്ന ആളുകൾ ഉപദേശിക്കാത്ത ആളുകളോട് പറഞ്ഞത്, ഞങ്ങൾ അല്ലാഹുവിങ്കൽ മഅ്ദിറത്ത് ബോധിപ്പിക്കാനാണ്, അല്ലാഹുവിങ്കൽ ഞങ്ങളുടെ അപരാധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്
ഈ തിന്മ കണ്ടിട്ട് ആ തിന്മക്കെതിരെ പറയാത്തതിന്റെ പേരിൽ അല്ലാഹു ഞങ്ങളോട് കോപിക്കരുത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് ഞങ്ങൾ അവരോട് തിന്മയെ തൊട്ട് വിരോധിക്കുന്നത്. എന്നിട്ട് അവർ പറയാണ് വലഅല്ലഹും യത്തഖൂൻ, ചിലപ്പോൾ അവർ സൂക്ഷിക്കുന്ന ആളുകളായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നത് ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, അവർക്ക് ഓർമ്മപ്പെടുത്തിയിരുന്നത് അവർ മറന്നു കളഞ്ഞപ്പോൾ നിങ്ങളിത് ചെയ്യരുത്, നിങ്ങളിത് ചെയ്യരുത്, അല്ലാഹുവിന്റെ വിലക്കിന് എതിരാണ്, അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ആവർത്തിച്ചവർക്ക് ഓർമ്മപ്പെടുത്തി കൊണ്ടിരുന്ന ആ സംഗതി അവർ മറന്നു കളഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു തആല പറയുകയാണ് അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിലക്കിയിരുന്ന അവരെ തടഞ്ഞിരുന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തുകയും വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സഖൂൻ, അക്രമികളായ ആളുകളെ അവർ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലമായി നാം കഠിനമായ ശിക്ഷ മുഖേന അവരെ പിടികൂടുകയും ചെയ്തു. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിലുള്ളത് വലഖദ് അലിംതും അല്ലദീന അതദൂ മിൻകും ഫിസ്സബർ, നിങ്ങളിൽ നിന്ന് സബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഫഖുൽനാ ലഹും കൂനൂ ഖറദതൻ ഖാസിഈൻ, നാം അവരോട് പറഞ്ഞത് നിങ്ങൾ നിന്ദ്യരായി കുരങ്ങന്മാരായി തീരുക എന്ന് പറഞ്ഞ് അല്ലാഹു അവനെ ശപിക്കുകയും കുരങ്ങന്മാരാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ, എന്നിട്ട് എന്താണ് അത് ചെയ്തിട്ടുള്ളത്? ആ കാര്യത്തെ അക്കാലഘട്ടത്തിലുള്ളവർക്കും പിന്നീട് വരുന്ന ആളുകൾക്കും ഗുണപാഠമാക്കി എന്നാണ്. അക്കാലത്തും പിൽക്കാലത്തുമുള്ള ആളുകൾക്ക് അതൊരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു ഉപദേശവുമാക്കി തീർത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, തിന്മ കാണുന്ന സമയത്ത് ആ തിന്മക്കെതിരെ നമ്മൾ പ്രവർത്തനം ചെയ്യണം എന്നാണ്, പ്രവർത്തിക്കണം എന്നാണ്, അതിനെ തൊട്ട് വിരോധിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറയുന്നത്. മൗനം അവലംബിച്ചാൽ ആ മൗനം അവലംബിക്കുന്നവരും ശിക്ഷയിൽ ഉൾപ്പെടുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ചില ആളുകൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാണ് ഇത്ര സ്ട്രോങ്ങിന് പറയുന്നത്, എന്തിനാണ് ഇത്ര ഗൗരവത്തിന് പറയുന്നത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഗൗരവത്തിൽ പറയുന്നത് ആ തെറ്റിന്റെ ഗൗരവം കൊണ്ടാണ്. അതുപോലെ തന്നെ പറയണം, അതുപോലെ മറ്റുള്ളവരെ വിലക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഏത് വിഭാഗത്തിലാണ് നാം ഉൾപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക, നാം ആലോചിക്കുക. തിന്മ ചെയ്യുന്നവരാണോ, ആ തിന്മക്കെതിരെ പറയുന്നവരാണോ, അല്ലെങ്കിൽ രണ്ടും കണ്ടുകൊണ്ട് മൗനം അവലംബിക്കുന്നവരാണോ? ഈ മൂന്ന് വിഭാഗത്തിൽ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, സ്വന്തത്തോട് ചോദിക്കുക. സ്വന്തത്തോട് ചോദിച്ചിട്ട് രണ്ട് വിഭാഗത്തിലാണെങ്കിൽ മടങ്ങേണ്ട കാര്യമുണ്ട്. തിന്മ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും മടങ്ങണം. മൗനവും അവലംബിക്കുന്നവരാണെങ്കിൽ ആ തിന്മക്കെതിരെ പൊരുതുന്ന ആളുകളോടൊപ്പം ചേരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. അതാണ് നമ്മൾ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്, കുടുംബത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് TV ഷോകള്, അതേപോലെ ഫാമിലി വ്ലോഗുകള്, ഇവയിലൂടെ കാണുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ഇത്തരം കാര്യങ്ങളെ പിൻപറ്റുന്ന അവസ്ഥാവിശേഷം
വിശേഷമുണ്ട്. വസ്ത്രവേഷവിധാനങ്ങളിൽ, നമ്മുടെ സംസാര ശൈലികളിൽ, പ്രയോഗങ്ങളിൽ വരെ അവരുടെ കടമെടുക്കുന്നത് നമ്മുടെ സംസാരങ്ങളിൽ പോലും അവരുടെ സംസാരങ്ങളെ, അവരുടെ പ്രയോഗങ്ങളെ കടമെടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം സംസാരിക്കുന്ന വിഷയങ്ങൾ ലക്ഷോപലക്ഷം ആളുകൾക്ക് മുമ്പിൽ ഷോ ആയി അവതരിക്കുമ്പോൾ അത് ധാർമ്മികതയ്ക്ക് വലിയ വിള്ളലുണ്ടാകുന്നു എന്നുള്ളത് അറിയാതെ പോകാൻ നമുക്ക് സാധിക്കരുത്. സഹോദരങ്ങളെ, എന്താണ് അധാർമികത വർദ്ധിച്ചാൽ എന്താണ് പ്രശ്നം? ആകാശം പിടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് ആകാശം പിടിഞ്ഞു വീഴലല്ല, ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവരോട് അറിയിക്കാനുള്ളത്. സഹോദരങ്ങളെ, ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെയും ജീവിക്കാം, ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. എന്നാൽ മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന ബോധ്യമുള്ള മുസ്ലിമിന് തിന്മയുടെ വ്യാപനത്തെ സാധാരണമാണ്, നോർമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ, സാധാരണവൽക്കരിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമല്ലോ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജോർദാനിലെ സദൂർ എന്ന പ്രദേശത്താണ്, ഇന്നത്തെ ചാവുകടൽ നിലകൊള്ളുന്ന പ്രദേശത്താണ് അന്നത്തെ സമൂഹം കടുത്ത ധാർമ്മിക ജീർണതയിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഗ്രഹാരാധനയും ഭൗതിക വിശ്വാസവും നിലനിന്നിരുന്നത് പുറമെ അവർക്കുണ്ടായിരുന്നത് ലൈംഗിക അരാജകത്വവും സ്വവർഗരതിയും അവർക്കിടയിൽ വ്യാപകമായിട്ട് നടന്നിരുന്നതായി അല്ലാഹു തആല പറയുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ നീചമായ പ്രവൃത്തി ലോകത്ത് മുമ്പ് ആരും ചെയ്തിട്ടില്ലാത്തതാണെന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഓർമ്മിപ്പിച്ചു. എന്നാലും അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. നേരെ മറിച്ച് അവർ അതുമായി മുന്നോട്ട് പോയി ആ തിന്മയെ വിരോധിക്കുന്ന ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അത് കണ്ടിട്ട് വിരോധിക്കാത്ത ചില വിഭാഗങ്ങളും ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഭാഗങ്ങളും, ഈ മൂന്ന് വിഭാഗങ്ങളും ആ സമയത്തുണ്ടായി. അല്ലാഹു തആല പറയുന്നത് അതിനെ വിരോധിച്ചിട്ടുള്ള, അതിനെ എതിർത്തിട്ടുള്ള ആളുകൾ മാത്രം അവരിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ്. സ്വവർഗ വിവാഹവും ബന്ധങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമുക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്വവർഗ വിവാഹങ്ങൾക്ക് ഇപ്പോൾ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നു, സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നു. അത് സാധാരണമാണെന്ന് പറയുന്നു, നോർമലാണെന്ന് പറയുന്നു. പൊതുസമൂഹം അംഗീകരിക്കുന്ന പലരും ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. ഇത്തരം പ്രവണതകളെ എതിർക്കുന്ന ആളുകളെ അവർ ഒറ്റപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ലോകത്ത് മൃഗങ്ങളുമായി രതി നടത്താൻ മോഹമുള്ളവരുണ്ട്, ശവഭോഗം നടത്താൻ ആഗ്രഹമുള്ളവരുണ്ട്, സ്വന്തം മാതാവിനെയും പിതാവിനെയും മകളുമായും ഒക്കെ രതി നടത്താനുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾക്കെല്ലാം ഇവിടെ നിയമ പരിരക്ഷ ലഭിക്കണം, കിട്ടണം എന്ന വാദം ഉയർന്നാൽ നിരുപാധികം ഇവ അനുവദിച്ചു കൊടുക്കലാണോ പുരോഗമനം എന്ന് ചോദിച്ചാൽ ആ സമയത്ത് അവർ പറയും അത് പുരോഗമനമല്ല. പിന്നെ എങ്ങനെയാണ് ആണും തമ്മിൽ, സ്ത്രീയും തമ്മിൽ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരുമായി ഒത്തിട്ടുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? എങ്ങനെയാണ് അതിനെ നോർമലാണെന്ന് പറയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു ഷോ നടത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള ഷോകൾ നടത്തിക്കൊണ്ട് ഇതെല്ലാം ഇവിടെ സമൂഹത്തിന്റെ ഭാഗമാണ്, ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയായ നിലപാടുകളാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് അനുവദിക്കാൻ സാധിക്കുക? അത് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അത് കണ്ടിട്ട് അതിനെ വിരോധിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുക? സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങളിൽ നിന്നുള്ള പരിഹാരമെന്ന്
അത്തരം ജീർണതകളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാനുള്ള പരിഹാരമെന്ത്? തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാനുള്ള പരിഹാരമെന്ത് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. 3 രൂപത്തിൽ അതിന് പരിഹാരമുണ്ട്. ഒന്ന് വ്യക്തിപരമായ രൂപത്തിൽ പരിഹാരമുണ്ട്, കുടുംബപരമായ രൂപത്തിൽ പരിഹാരമുണ്ട്, സാമൂഹ്യപരമായിട്ടുള്ള പരിഹാരമുണ്ട്. എന്താണ് വ്യക്തിപരമായിട്ടുള്ള പരിഹാരം? ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ജീവിക്കലാണ്. തിന്മയെ അല്ലാഹു തആല പറഞ്ഞല്ലോ, كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. ആ ഉത്തമമായ സമുദായമായ നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കണം? നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം? നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാകണം, നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരാകണം. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് തിന്മ വിരോധിക്കുന്നവരും നന്മ കൽപ്പിക്കുന്നവരുമായി തീരണം. അങ്ങനെയാണ് നിങ്ങൾ ഉത്തമമായ സമുദായമായി തീരാൻ സാധിക്കുക. ആ സമുദായത്തിൽ പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ആലോചിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവിതം ശരിയാക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എന്റെ ജീവിതം ശരിയാക്കുന്നു, ഒക്കെ അല്ലാഹു തആല എന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട് എന്ന രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള ആളുകളെ തിരുത്താനും മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബത്തോടൊപ്പമുള്ള പ്രതിരോധം നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉണ്ടാകണം. കുടുംബത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന രൂപത്തിൽ കുടുംബത്തെ വിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രേക്ഷകരെ ഉണ്ടാക്കി ധാർമ്മികതയ്ക്ക് വിള്ളലുണ്ടാക്കുന്ന അവരെ റോൾ മോഡലായി കാണുന്ന കൗമാരക്കാർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ ബോധവൽക്കരിക്കുവാൻ ധാർമ്മിക വിദ്യാഭ്യാസം വീട്ടിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാവണം. അവർക്ക് ശൈശവത്തിൽ തന്നെ തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, സുന്നത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, സമൂഹവുമായി എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ ആ സാമൂഹ്യപരമായിട്ട് ഒന്നിച്ചൊന്നായി ഇത്തരം തിന്മകളെ എതിർക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഉത്തമമായ സമുദായം എന്ന ആ കാറ്റഗറിയിലെത്താൻ, ആ നിലവാരത്തിലെത്താൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിർബന്ധമായും ചെയ്യേണ്ട കാര്യം അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നന്മ കൽപ്പിക്കുക എന്നുള്ളതാണ്, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിങ്ങൾ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി. നിങ്ങൾ എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ, എന്തെങ്കിലും ഒരു അനാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് കൈകൊണ്ട് തടുക്കണം. നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാൻ സാധിക്കാത്തതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് തടുക്കണം, നാവ് കൊണ്ട് പറയണം, അതിനെതിരെ സംസാരിക്കണം. അതിനും സാധിക്കാത്ത സന്ദർഭമാണെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം. അതാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത്. എന്റെ സുഹൃത്തുക്കളിൽ മദ്യപിക്കുന്നവരുണ്ട്. ഞാൻ മദ്യപിക്കുന്നില്ല. അവർ മദ്യപിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഇരിക്കാറുണ്ട്. മദ്യപിക്കാൻ എനിക്ക് തോന്നാറില്ല. ഞാൻ മദ്യപിക്കുന്നില്ല എന്നല്ല, അവിടെ ഇരിക്കരുത് എന്നാണ്
ഈമാനിന്റെ ചെറിയ താഴ്ന്ന പടി അവിടെ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കൈകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല എങ്കിൽ, നാമം കൊണ്ട് തടയാൻ സാധിക്കുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും നമുക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മദ്യം വിളമ്പുന്ന ഒരു സദസ്സിലും നിങ്ങൾ ഒരു കാരണവശാലും ഇരിക്കരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിങ്ങൾക്ക് കൈകൊണ്ട് തടയാൻ സാധിച്ചെന്ന് വരില്ല, നാമം കൊണ്ട് പറയാൻ സാധിച്ചെന്ന് വരില്ല. അത് കാരണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കൂട്ടായ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഉത്ബോധനം ഈ വിഷയത്തിൽ അനിവാര്യമാണ്. സാമൂഹ്യപരമായിട്ടുള്ള ഒരു ജാഗ്രത ഈ വിഷയത്തിൽ അനിവാര്യമാണ്. സ്വവർഗരതി മാത്രമല്ല, ആ രൂപത്തിൽ വ്യഭിചാരമാകട്ടെ, മദ്യപാനമാകട്ടെ, ലഹരിയാകട്ടെ, കൊലപാതകങ്ങളാകട്ടെ, ഓരോ ദിവസവും പലിശയാകട്ടെ, ഓരോ ദിവസവും അധാർമികമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ സമൂഹം, നമ്മുടെ യുവാക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ അതിനെ ജാഗ്രതയോടെ കണ്ടില്ല എങ്കിൽ, ഒരു മഹല്ല് എന്നുള്ള രൂപത്തിൽ അതിനെ ജാഗ്രതയോടെ കാണാനും അതിന് പരിഹാരം കാണാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ തെറ്റുകളെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ, തെറ്റുകളെ, അരാജകത്വങ്ങളെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ, സാധാരണവൽക്കരിക്കുന്നതിനെതിരെ ഒന്നിച്ചൊന്നായി പൊരുതാൻ, അതിനെ തടയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ മുമ്പൊന്നുമില്ലാത്ത രൂപത്തിൽ ലൈംഗിക അരാജകത്വങ്ങൾ, അതുപോലുള്ള തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതിൽ നാം ജാഗ്രത പാലിക്കണം. അതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതിന് വ്യക്തിപരമായ രൂപത്തിൽ, കുടുംബപരമായി, സാമൂഹികപരമായി നാം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളെ തടയാനുള്ള ബോധവൽക്കരണങ്ങൾ നടത്തണം, ദഅവത്ത് ചെയ്യണം എന്നാണ് നാം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ 10 വർഷക്കാലം ഖിദ്മത്ത് എടുത്തിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, താബിഈങ്ങളോടാണ് പറയുന്നത്. താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയവരാണ് സഹാബികൾ. സഹാബികളിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയവരാണ് താബിഈങ്ങൾ. താബിഈങ്ങളോട് പ്രവാചകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നകും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ ചില പ്രവർത്തികൾ ചെയ്യുന്നു. ഹിയ അദഖു ഫീ അയൂനികും മിനശ്ശാർ, അവയെ നിങ്ങൾ ഒരു മുടിയുടെ ഗൗരവത്തെക്കാൾ നിസ്സാരമായി കാണുന്നു. ഒരു മുടിയേക്കാൾ നിസ്സാരമായി കാണുന്നു. ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ ഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നിസ്സാരമായ ചെറിയ കാര്യങ്ങളെപ്പോലും
നിങ്ങൾ നിസാരമാണെന്ന് വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങളെ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ എണ്ണിയിരുന്നത് മിനൽ മൂബിഖാത്ത്, മഹാപാപങ്ങളിൽ ഉൾപ്പെട്ടവയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഗൗരവത്തോടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾ ജാഗ്രത പാലിച്ചിരുന്നു എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വിശ്വാസി അയാൾ പാപങ്ങളെ പറ്റി കാണുന്നത്, പാപങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്, ആ പാപങ്ങളെ അവൻ ഭയപ്പെടുന്നത് പൊളിഞ്ഞു വീഴാറാകുന്ന ഒരു മലയുടെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ ഭയപ്പെട്ടിരിക്കുക, അതുപോലെ ആ പാപങ്ങളെ വിശ്വാസി ഭയപ്പെടുന്നതാണ്. എന്നാൽ വിശ്വാസികളല്ലാത്തവരോ അവർ അവരുടെ മുമ്പിലൂടെ, മൂക്കിന്റെ മുമ്പിലൂടെ പോകുന്ന ഒരു ചെറു പ്രാണിയെ പോലെ പാപങ്ങളെ നിസ്സാരവൽക്കരിക്കും, നോർമലൈസ് ചെയ്യും, സാധാരണവൽക്കരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളാണെങ്കിൽ ഓരോ തെറ്റുകളും വലിയ ഗൗരവത്തോടെ, ജാഗ്രതയോടെ അതിനോട് സമീപിക്കാനും അതിൽ നിന്ന് വിരോധിക്കാനും നാം തയ്യാറാവണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, നമ്മിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, നമ്മിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തടയുന്ന കാര്യങ്ങളിൽ നാം ഉൾപ്പെടണം. ഒന്ന്, നമസ്കാരം നിലനിർത്തണം. നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാത്തരം വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമസ്കാരം ഒരാളെ തടഞ്ഞു നിർത്തുന്നു. ഒരാൾ സുബഹി നമസ്കരിക്കുന്നു, ളുഹർ നമസ്കരിക്കുന്നു, അസർ നമസ്കരിക്കുന്നു, മഗ്രിബ് നമസ്കരിക്കുന്നു, ഇശാ നമസ്കരിക്കുന്നു, അതിന്റെ ഇടയിൽ അവന്റെ മനസ്സിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവനെ അശ്ലീലങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തും. നമ്മുടെ മക്കൾ അശ്ലീലങ്ങളിൽ നിന്ന്, അധാർമിക ജീവിതത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് തടയണമെങ്കിൽ നാം ആദ്യം ശീലിപ്പിക്കേണ്ടത് നമസ്കാരമാണ്. നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാളും ഒരു നിലക്കും വിട്ടുവീഴ്ച കാണിക്കരുത്. ഒരാളും ഒരു നിലക്കും വിട്ടുവീഴ്ച കാണിക്കരുത്. അതാണ് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങാവുന്ന ജാഗ്രത. അതേപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ദാവാ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം, പ്രോഗ്രാമുകൾ നടക്കുന്ന സമയം, ദാവാ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം എല്ലാവരും കൂടുക, എല്ലാവരും സഹകരിക്കുക, ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. ആ രൂപത്തിൽ നമുക്ക് സംസ്കാരമുള്ള നല്ല ഒരു സമൂഹത്തെ, സമുദായത്തെ വാർത്തെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാട്ടിലെ ആഭാസങ്ങളായിപ്പോ ഒരു നുള്ളു ഭക്ഷണത്തിന് വെമ്പൽക്കൊള്ളുന്ന കുഞ്ഞുങ്ങൾ ഫലസ്തീനിലുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. നമ്മൾ നമ്മുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച്, അഡ്മിഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ, എന്നാൽ വിശപ്പ് മാറാൻ വയറ്റത്തെങ്ങനെ കട്ടുകെട്ടാം എന്ന് പഠിപ്പിക്കുന്ന ഉമ്മമാർ ഫലസ്തീനിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അവർക്ക് വേണ്ടി നമ്മുടെ സമയത്ത്, എല്ലാ സമയത്തും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് മുസ്ലിങ്ങളെന്ന രൂപത്തിൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുടെ കാര്യമുണ്ടാവുക, അത് മറക്കാതിരിക്കുക. اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في غزة، اللهم ثبت اقدارهم، اللهم اكشف ضر عن اخواننا في فلسطين، اللهم اشف جرحاهم، اللهم انهم جوعى فاطعمهم، اللهم انهم مظلومون فانصرهم، اللهم انصرهم على اعدائهم نصرا كاملا.
اللهم أهلك قوة الصهاينة المحتلين. اللهم دمر جيش الصهيونة. اللهم أنزل عليهم عذابك. اللهم العنهم لعنا كبيرا. اللهم شتت شملهم وفرق جمعهم. اللهم اجعل بيوتهم عليهم رضما. اللهم اجعل قنابلهم عليهم دمدما. اللهم حرر المسجد الأقصى من دنس اليهود الصهاينة. اللهم اخرج منهم الصهاينة أذلة صابرين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.